എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. നമ്മുടെ ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണല്ലേ. വടക്കേ ഇന്ത്യയും തെക്കേ ഇന്ത്യയും തമ്മിൽ, അഥവാ നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും തമ്മിൽ ഭാഷയിലും ഭക്ഷണത്തിലും മാത്രമല്ല സാമൂഹ്യവും സാമ്പത്തികവും വികസന കാര്യങ്ങളിലും ഒക്കെ വലിയ വ്യത്യാസങ്ങളുണ്ട്. പലപ്പോഴും വാർത്തകളിലും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണാറുള്ള ഒരു ചർച്ചയാണിതല്ലേ, എന്തുകൊണ്ടാണ് സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യയേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്നത്? ഇത് വെറും വികാരപരമായിട്ടുള്ള ഒരു തർക്കം മാത്രമല്ല, മറിച്ച് ഔദ്യോഗിക കണക്കുകളും ഗവൺമെൻറ് പുറത്തുവിടുന്ന ഡാറ്റകളും പരിശോധിച്ചാൽ നമുക്ക് ഈ വ്യത്യാസം വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ 10 പ്രധാന മേഖലകളിലെ കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് ഈ രണ്ട് വികസന മാതൃകകളെ വിശകലനം ചെയ്യാൻ പോകുന്നത്. വിദേശ നിക്ഷേപം മുതൽ നമ്മളുടെ സ്ത്രീകളുടെ പദവി വരെ ഓരോ കാര്യവും നമ്മൾ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കും. ഇവിടെ നമ്മൾ റെഫർ ചെയ്തിട്ടുള്ള ഡാറ്റയുടെ ലിങ്കുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഒരു കാര്യം ആദ്യമേ വ്യക്തമാക്കട്ടെ, ഇത് ഏതെങ്കിലും ഒരു പ്രദേശത്തെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തെ ഓരോ സംസ്ഥാനവും എങ്ങനെയാണ് പുരോഗതിയിലേക്ക് കുതിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും മികച്ച മാതൃകകൾ കണ്ടെത്താനുമുള്ള ഒരു ശ്രമം മാത്രമാണിത്. കാര്യം നമ്മൾ നോർത്ത് സൗത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് സൗത്തിൻ്റെ പല നേട്ടങ്ങളിലും അഭിമാനം കൊള്ളാറുണ്ടെങ്കിലും പണം വളർത്തുന്ന കാര്യം വരുന്ന സമയത്ത് നോർത്തിലെ ചില വിഭാഗക്കാർ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മളൊക്കെ കയ്യിലുള്ള പണം ബാങ്കിലും ചിട്ടിയിലും ഒക്കെ ഇടുന്ന സമയത്ത് അവർ പണം പല മടങ്ങാക്കാനുള്ള വലിയ വലിയ ബിസിനസ്സുകൾ നടത്തുകയാണ്. നമുക്ക് ചിലപ്പോൾ ബിസിനസ് ഒന്നും നേരിട്ട് നടത്താൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള നിക്ഷേപങ്ങൾ നടത്താൻ പറ്റും. ഇന്ത്യയിലെ തന്നെ നോർത്ത് സൗത്ത് എന്ന വ്യത്യാസമൊന്നുമില്ലാതെ വളർന്ന് പടർന്ന് പന്തലിച്ച ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത ടാറ്റയ്ക്ക് കീഴിൽ വരുന്ന ടാറ്റ AI ലൈഫ് അത്തരത്തിലൊരു അവസരം ഒരുക്കുന്നുണ്ട്. അവരുടെ മൾട്ടി ക്യാപ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്ന NFOയിൽ ഈ വരുന്ന ഡിസംബർ 31 വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ലിങ്കും കാര്യങ്ങളും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ നിക്ഷേപിച്ച പണത്തിന് 100% ഗ്യാരണ്ടി ലഭിക്കുന്നതാണ്. പിന്നെ ഇവിടെ നമ്മൾ നിക്ഷേപിക്കുന്ന പണം മാർക്കറ്റ് വരുമ്പോൾ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും മാർക്കറ്റ് വീക്ക് ആകുമ്പോൾ റിസ്ക് കുറയ്ക്കാനായിട്ട് ലാർജ് ക്യാപ്പിലും ഡെപ്തിലും നിക്ഷേപിക്കുന്നു. ഇവിടെ NAV 10 രൂപയാണ്. നമ്മളെ കൊണ്ടാകുന്ന എത്ര വലിയ തുകയും നമുക്ക് ഈ NFOയിൽ നിക്ഷേപിക്കാം. അതുകൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിൻ്റെ 120 മടങ്ങ് ലൈഫ് കവറും ഇതിനോടൊപ്പം ലഭിക്കും. വർഷം തോറും 2.5 ലക്ഷം രൂപ വരെയൊക്കെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് ടാക്സും ഉണ്ടാകത്തില്ല. ടാറ്റ AI ലൈഫ് തന്നെ 2022 പുറത്തിറക്കിയ എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഇതുവരേക്കും 26.2% CAGR റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അതുപോലെ 2015 പുറത്തിറക്കിയ മൾട്ടി ക്യാപ് ഫണ്ട് കഴിഞ്ഞ 5-7 വർഷങ്ങളിലായിട്ട് 29%, 23.3% CAGR റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ മുൻകാലങ്ങളിൽ ടാറ്റ AI ലൈഫ് പുറത്തിറക്കിയ ഫണ്ടുകൾ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ 18,000 രൂപയൊക്കെ വെച്ച് നിക്ഷേപിക്കാൻ സാധിച്ചാൽ 2 കോടിയുടെ റിട്ടേൺ സാധ്യതയും ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ NFOയുടെ അവസാന തീയതി ഈ വരുന്ന ഡിസംബർ 31 വരെയാണ്. അതായത് ഇനി വെറും 5 ദിവസം കൂടി മാത്രം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിക്ഷേപിക്കുവാനും കഴിയും. അല്ലെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഈ QR കോഡ് ഉണ്ടല്ലോ, അത് സ്കാൻ ചെയ്താലും മതി. മലയാളത്തിൽ കസ്റ്റമർ കെയർ സേവനവും ലഭിക്കും. വേണമെങ്കിൽ അവരുടെ ഏജന്റ് വീട്ടിൽ നേരിട്ട് വന്ന് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. ഒന്നാമത്തെ കാര്യം വിദ്യാഭ്യാസവും സാക്ഷരതാ നിരക്കും തന്നെയാണ്. ലിറ്ററസി റൈറ്റ്സ് അല്ലേ. വികസനത്തിന്റെ ഒന്നാമത്തെ പടി എന്നുള്ളത് വിദ്യാഭ്യാസം തന്നെയാണ്. ഇവിടെ ദക്ഷിണേന്ത്യ ദശാബ്ദങ്ങളായിട്ട് വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. കേരളത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സാക്ഷരതയിൽ കേരളം ഒരു വികസിത രാജ്യത്തോട് കിടപിടിക്കുന്ന 95% എന്ന നിരക്കിലാണ്. ഇത് വെറും ഒരു അക്കമല്ല, മറിച്ച് അറിവുള്ള ഒരു സമൂഹം എങ്ങനെ ഉണ്ടാവുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇനി തമിഴ്നാടും കർണാടകയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ സംസ്ഥാനങ്ങളും 80% മുകളിലാണ് സാക്ഷരത നിലനിർത്തുന്നത്. മറിച്ച് നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ കേരളം മറുവശത്തുള്ള ചില സംസ്ഥാനങ്ങളെ നമുക്ക് എടുക്കാമല്ലേ. ഇപ്പോൾ ബീഹാർ, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇന്നും 70-75% തന്നെയാണ് ഈ ഒരു ലിറ്ററസി റേറ്റുകൾ നിൽക്കുന്നത്. ബീഹാറിലെ കണക്കുകൾ പരിശോധിച്ചാൽ അത് ഏകദേശം 74%. അതായത് ഉയർന്ന വിദ്യാഭ്യാസം ജനങ്ങൾക്ക് മികച്ച ജോലി ലഭിക്കുവാനും മികച്ച ജീവിത സാഹചര്യങ്ങൾ ഒരുക്കാനും ഒക്കെ അവരെ സഹായിക്കുകയാണ്. ദക്ഷിണേന്ത്യയിലെ സ്കൂൾ ശൃംഖലകളും ഉച്ചഭക്ഷണ പദ്ധതികൾ പോലെയുള്ള പഴയകാല പരിഷ്കാരങ്ങളും ഇതിന് വലിയൊരു അടിത്തറ തന്നെ ഇട്ടിട്ടുണ്ട്. 2 സാമ്പത്തിക വളർച്ചയും പ്രതിശീർഷക വരുമാനവുമാണ്. അതായത് പെർ ക്യാപിറ്റ ഇൻകം. ഒരാൾ ശരാശരി എത്ര സമ്പാദിക്കുന്നു എന്നത് ആ നാടിന്റെ വികസനത്തിന്റെ നേരിട്ടുള്ള ഒരു അടയാളമാണ്. ഡാറ്റ പ്രകാരം സൗത്ത് ഇന്ത്യയിലെ ജനങ്ങളുടെ വരുമാനം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ വളരെ കൂടുതലാണ്. തെലങ്കാന എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന വരുമാനമുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് തെലങ്കാന എന്നുള്ളത്. ഒരാളുടെ വാർഷിക വരുമാനം ഏകദേശം 3.56 ലക്ഷം രൂപയാണ്. കേരളവും കർണാടകയും പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ 2.81 ലക്ഷം രൂപയും കർണാടകത്തിൽ സമാനമായിട്ടുള്ള രീതിയിലുമാണ് ഒരാളുടെ ഒരു ആവറേജ് ആയിട്ടുള്ള, അതായത് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്ന പ്രതിശീർഷക വരുമാനമുള്ളത് അല്ലേ. മറിച്ച് നമ്മൾ വടക്കൻ സംസ്ഥാനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് വെറും 1 ലക്ഷം മാത്രമാണ്. 1.04 ലാക്സ് മാത്രമാണ് ആ ഒരു പ്രതിശീർഷക വരുമാനമായിട്ടുള്ളത്. ബീഹാറിലാണെങ്കിൽ കേവലം 69,000 രൂപയാണ്. അതായത് ഒരു ശരാശരി സൗത്ത് ഇന്ത്യക്കാരൻ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഒരു വ്യക്തിയെക്കാൾ 3 മടങ്ങിൽ കൂടുതൽ സമ്പാദിക്കുന്നു എന്നുള്ളതാണ് ഈ ഡാറ്റകൾ നമ്മെ കാണിച്ചു തരുന്നത്. ഈ സാമ്പത്തിക കരുത്താണ് നമ്മുടെ നാട്ടിലെ ഷോപ്പിംഗ് മാളുകളിലും വീടുകളിലും ഒക്കെ വികസനമായിട്ട് പ്രതിഫലിക്കുന്നത്. 3 ആരോഗ്യവും ആയുർദൈർഘ്യവുമാണ് ലൈഫ് എക്സ്പെക്റ്റൻസി. അതായത് നിങ്ങൾ എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ നാടിൻ്റെ ആരോഗ്യ സംവിധാനങ്ങളെ ആശ്രയിച്ചിരിക്കും. ആരോഗ്യ മേഖലയിൽ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ കേരളം എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. അതായത് കേരളത്തിലെ ശരാശരി ആയുർദൈർഘ്യം എന്നുള്ളത് 75 വയസ്സാണ്. ഇത് ജപ്പാന്റെയോ യൂറോപ്പിൻ്റെയോ നിലവാരത്തോട് തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഇനി വടക്കേ ഇന്ത്യ, നമ്മൾ കേരളം നോക്കി ഇനി വടക്കേ ഇന്ത്യ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ ശരാശരി ഒരാൾ ജീവിക്കുന്നത്
ജീവിക്കുന്നത് 64.8 വയസ്സ് വരെ മാത്രമാണ്. നമ്മുടെ നാട്ടിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും പഞ്ചായത്ത് തലത്തിലുള്ള ഇടപെടലുകളുടെയും ഫലമാണ് നമ്മൾ ഈ കാണുന്നത്. ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാരിലേക്ക് എത്രത്തോളമാണ് എത്തുന്നത് എന്നതിൻ്റെ അളവുകോലാണിത്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് കാനഡയിൽ നെഞ്ചുവേദനയായിട്ട് വന്ന ഒരാളെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്ന പോലും ഇല്ല. കാരണം സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലേ എമർജൻസി ആയിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ചിലപ്പോൾ ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ഒക്കെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ നമുക്കിവിടെ അങ്ങനത്തെ ഒരു സാഹചര്യമൊന്നുമില്ലല്ലേ. നമുക്ക് തൊട്ടടുത്ത് തന്നെ ഏറ്റവും മികച്ചൊരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ കാണും. അവിടെ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ചികിത്സ ലഭ്യമാക്കാവുന്നതാണ്. അതായത് കേരളത്തെ പറ്റി പറയുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം എടുത്ത് പറയുന്നൊരു കാര്യം എന്തെന്നാൽ ഇവിടുത്തെ നമ്മുടെ ഹോസ്പിറ്റൽ സിസ്റ്റമാണ്, നമ്മുടെ ആരോഗ്യ മേഖലയാണ്. അത് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. അതായത് ലോകത്തെ ഏറ്റവും ബെറ്റർ ആണെന്നല്ല ഞാൻ പറയുന്നത്, മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇവിടുത്തെ ആരോഗ്യ മേഖല എന്നുള്ളത് ടോപ്പ് നോച്ചാണ്. 4 ശിശുമരണ നിരക്കാണ്. അതിൻ്റെ അകത്ത് വലിയ വ്യത്യാസമാണ് നമ്മൾ കാണുന്നത് അല്ലേ. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് ലഭിക്കുന്ന സുരക്ഷിതത്വം ആ നാടിൻ്റെ പൗരബോധത്തിൻ്റെ അടയാളമാണ്. നമ്മൾ കേരള മോഡൽ നോക്കുവാണെങ്കിൽ കേരളത്തിൽ 1000 കുട്ടികൾ ജനിക്കുമ്പോൾ മരണപ്പെടുന്നത് വെറും 5 കുട്ടികൾ മാത്രമാണ്. വികസിത രാജ്യങ്ങളുമായിട്ട് പോലും കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ പോലും കാണാൻ ബുദ്ധിമുട്ടുള്ള ഒരു കണക്കാണ്. ആ ഒരു നേട്ടമാണ് നമ്മൾ കൈവരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾ എടുക്കുകയാണെങ്കിൽ തമിഴ്നാടും ആന്ധ്രയും ഒക്കെ എടുക്കുകയാണെങ്കിലും ഈ നിരക്ക് കുറവായിട്ടാണ് നമ്മൾ കാണുന്നത്. മറിച്ച് നമ്മൾ യു പിയിലെ ഒരു അവസ്ഥ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ശിശുമരണ നിരക്ക് എന്നുള്ളത് എത്രയാണെന്നറിയാമോ? 37 അതായത് 1000 കുട്ടികൾ ജനിക്കുമ്പോൾ അവിടെ 37 കുട്ടികളാണ് മരണപ്പെടുന്നത്. അതായത് ബീഹാറിലും ഉത്തർപ്രദേശിലും ജനിക്കുന്ന ഒരു കുഞ്ഞ് മരണപ്പെടാനുള്ള സാധ്യത കേരളത്തെക്കാൾ 7 മടങ്ങ് കൂടുതലാണ്. എത്ര ഗൗരവമായിട്ടുള്ള ഒരു കണക്കാണല്ലേ ഇത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താണ് ബെറ്റർ ആയിട്ടുള്ളത്? നല്ല ആശുപത്രികളുണ്ട്, നല്ല പരിചരണവും ഒരു അമ്മയ്ക്ക് കൊടുക്കുന്ന, അതായത് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മയ്ക്ക് കൊടുക്കുന്ന പരിചരണമൊക്കെ വളരെ അടിപൊളിയാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോലുമല്ലേ. അതൊക്കെ കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ശിശു മരണ നിരക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്ത് പറഞ്ഞോട്ടെ, ഇതൊന്നും പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു സംഭവങ്ങളല്ല. നമ്മളുടെ വിദ്യാഭ്യാസ നിരക്ക്, നമ്മളുടെ സ്കൂളുകൾ, നമ്മുടെ ഹോസ്പിറ്റൽസ് ഇവിടെ കാലങ്ങളായിട്ട് മാറി വന്ന നട്ടലുള്ള ഭരണാധികാരികൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു സിസ്റ്റമായിട്ട് വേണം നമ്മൾ കാണാനായിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ അങ്ങനെയല്ല ക്രെഡിറ്റ്. പ്രധാനമായിട്ട് നമ്മുടെ കേരളത്തിൽ വലിയ മാറ്റം വന്നപ്പോഴാണ്, ഗൾഫ് ബൂം സംഭവിച്ചപ്പോഴാണല്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് പ്രവാസികളായിട്ട് വിദേശത്തേക്ക് പോവുകയാണ്. അങ്ങനെ ആ ഗൾഫ് പണം നമ്മുടെ നാട്ടിൽ വന്ന കഥ നിങ്ങളോട് ആരോടും പറയേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു പണം സത്യം പറഞ്ഞാൽ വലിയ മാറ്റമാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനു മുമ്പുള്ള ആൾക്കാരോടൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കൂ, പഴയ പ്രായം ചെന്ന ആൾക്കാരോടൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ അറിയാം, അവരുടെയൊക്കെ കാലഘട്ടത്തിൽ അതായത് 1970, 60 ഇവിടെ ദാരിദ്ര്യമായിരുന്നു. കഴിക്കാൻ പോലും നല്ലതുപോലെ ഭക്ഷണം കിട്ടാത്ത അവസ്ഥകളുണ്ടായിരുന്നു നല്ലൊരു ശതമാനം ജനങ്ങൾക്കും. എന്നാൽ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മെച്ചപ്പെട്ടല്ലേ. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് നമ്മളുടെ ഗൾഫ് പണം തന്നെയാണ്, നമ്മളുടെ പ്രവാസികൾ തന്നെയാണ് കേട്ടോ. 5ാമത്തത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്, പോവർട്ടി ലെവൽസ്. അതായത് ദാരിദ്ര്യം കുറയ്ക്കുന്ന കാര്യത്തിൽ നമ്മുടെ സൗത്ത് ഇന്ത്യ ഉണ്ടല്ലോ വലിയ വിപ്ലവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് നീതി ആയോഗിൻ്റെ കണക്കുകൾ തന്നെ പരിശോധിച്ച് നോക്കാം. നമ്മുടെ കേരളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബഹുമുഖ ദാരിദ്ര്യം അഥവാ മൾട്ടി ഡിമെൻഷണൽ പോവർട്ടി എന്ന് പറയുന്ന ഒരു സൂചികയുണ്ട്. അത് 1% താഴെയാണ്. മറ്റൊരു കാര്യം പറയട്ടെ, 1% താഴെയുള്ള ഏക സംസ്ഥാനം, ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം എന്നുള്ളത്. ഇനി തമിഴ്നാട്ടിലേക്ക് നോക്കിയാൽ അവിടെയും ദാരിദ്ര്യം നമ്മളെക്കാളും കുറച്ചുകൂടെ മോശമാണെങ്കിലും ബെറ്റർ കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെയും കുറവാണ്. മറിച്ച് നമ്മൾ ബീഹാറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിർഭാഗ്യവശാൽ ബീഹാറിലെ 27% ജനങ്ങളും ഇന്നും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. അതായത് റേഷൻ സംവിധാനം, ക്ഷേമ പെൻഷനുകൾ, തൊഴിലുറപ്പ് പദ്ധതികൾ എന്നിവയുടെ ശരിയായ വിതരണമാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ഈ ഒരു പട്ടിണിയിൽ നിന്ന് മോചിപ്പിച്ചത്. 6 ജനസംഖ്യാ നിയന്ത്രണമാണ്, ലോവർ ഫെർട്ടിലിറ്റി റേറ്റ്സ്. കുടുംബാസൂത്രണം ചെയ്യുന്നതിലും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിലും ദക്ഷിണേന്ത്യ ഒരുപടി മുൻപന്തിയിൽ തന്നെയാണ്. ഇതിന്റെ ഫലമായിട്ട് ഇവിടുത്തെ ജനനിരക്ക് കുറഞ്ഞു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് അഥവാ TFR എടുത്ത് നോക്കുകയാണെങ്കിൽ അത് 1.8 ആണ്. അതായത് ജനസംഖ്യ സ്ഥിരമായിട്ട് നിലനിൽക്കാൻ വേണ്ട നിരക്കിനേക്കാൾ താഴെയാണിത്. എന്നാൽ വടക്കോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ബീഹാറിൽ ഇത് 3 ആണ്, അതായത് 3 ആണുള്ളത്. ഉത്തർപ്രദേശിലാണെങ്കിൽ 2.3ക്കും 2.4നും ഇടയിലാണ്. അതായത് വിദ്യാഭ്യാസം വഴി, പ്രോപ്പറായിട്ടുള്ള ബോധവൽക്കരണം വഴി ജനസംഖ്യാ വർധനവ് നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. 7 നഗരവൽക്കരണവും അടിസ്ഥാന സൗകര്യങ്ങളുമാണ്, അർബനൈസേഷൻ എന്ന് പറയുമല്ലേ. നമ്മൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കൂടുതൽ നഗരവൽക്കരിക്കപ്പെട്ടവയാണ്. അതായത് തമിഴ്നാട്ടിൽ ഏകദേശം 54% ആൾക്കാർ നഗരപ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. എന്നാൽ നമ്മൾ ബീഹാറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് വെറും 12% മാത്രമാണ്. നഗരവൽക്കരണം കൂടുന്നത് കൂടുതൽ വ്യവസായങ്ങൾക്കും മികച്ച റോഡുകൾക്കും വൈദ്യുതിക്കും ഒക്കെ കാരണമാകുന്നു. ഗ്രാമങ്ങളിലും നഗരത്തിലുമുള്ള മികച്ച ഇൻഫ്രാസ്ട്രക്ചർ ദക്ഷിണേന്ത്യയുടെ വികസന വേഗത വർദ്ധിപ്പിക്കുന്നു. 8 വ്യാവസായിക സാങ്കേതിക ഹബ്ബുകളാണ്, എക്കോണമിക് ഹബ്സ് എന്ന് നമ്മൾ വിളിക്കുമല്ലേ. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ എഞ്ചിനാണ് ദക്ഷിണേന്ത്യ എന്ന് വേണമെങ്കിൽ, സൗത്ത് ഇന്ത്യ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. വെറും 20% ജനസംഖ്യ മാത്രമുള്ള, അതായത് ഇന്ത്യയുടെ ആകെ ജനസംഖ്യയിൽ 20% മാത്രമുള്ള നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ GDPയുടെ ഏകദേശം 30% സംഭാവന ചെയ്യുന്നത് ഈ ഒരു 20% നിന്നാണ്. ഇപ്പോൾ ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ് പോലെയുള്ള നഗരങ്ങൾ IT നിർമ്മാണ മേഖലകളിൽ ലോകോത്തര നിലവാരമാണ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ.
ഇപ്പോൾ നമ്മുടെ കൊച്ചിയിൽ തന്നെ ഒരുപാട് IT കമ്പനീസ് ഉണ്ട്, അവിടെ ഇൻഫോ പാർക്ക് ഉണ്ട്, ഒരുപാട് കമ്പനീസ് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാംഗ്ലൂർ പറയേണ്ട കാര്യമില്ല, അവിടെയൊക്കെ ഒരുപാട് കമ്പനീസാണ് വന്ന് പ്രവർത്തിക്കുന്നതല്ലേ. ഈ നഗരങ്ങൾ വൻതോതിൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുകയും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഇതുവഴി സൃഷ്ടിക്കുകയും ചെയ്യുന്നു. 9 ഉയർന്ന മനുഷ്യ വികസന സൂചികയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അഥവാ HDI എന്ന് നമ്മൾ പറയും. അതായത് ഇതെന്നുള്ളത് ആരോഗ്യം, വിദ്യാഭ്യാസം, വരുമാനം എന്നിവ കൂടിച്ചേരുന്ന ഒരു സൂചികയാണ്. ഇതിൽ കേരളം 0.79 സ്കോറോടെ ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് വിഭാഗത്തിൽ ഒന്നാമതായിട്ടാണ് നിൽക്കുന്നത്. തമിഴ്നാടും കർണാടകയും ദേശീയ ശരാശരിയേക്കാളും മുന്നിലാണ്. എന്നാൽ നമ്മൾ ബീഹാറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് വെറും 0.61 മാത്രമാണ്. ഉത്തർപ്രദേശിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് വെറും 0.64 മാത്രമാണ്. അപ്പോൾ നമ്മളെക്കാൾ ബഹുദൂരം പിന്നിലാണല്ലേ ഇവർ. ചുരുക്കത്തിൽ ഒരു സൗത്ത് ഇന്ത്യക്കാരൻ മികച്ച ജീവിത നിലവാരം അനുഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ, അത് വ്യക്തമാക്കുന്ന ഏറ്റവും വലിയ കണക്കുകളാണിവ. 10 ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമാണ്, ജെൻഡർ ഇക്വാലിറ്റി എന്ന് നമ്മൾ പറയുമല്ലേ. അതായത് സ്ത്രീകളുടെ പദവിയിലും ജനസംഖ്യാനുപാതത്തിലും ദക്ഷിണേന്ത്യ വളരെ വലിയ വ്യത്യാസമാണ് വെച്ച് പുലർത്തുന്നത്. കേരളത്തിൽ 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ എന്ന നിലയിലേക്ക് സ്ത്രീകളുടെ എണ്ണം, അങ്ങനെയാണ് നമ്മളുടെ ഒരു കണക്കുകൾ ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത് വെറും 879 മാത്രമാണ്. സ്ത്രീ സാക്ഷരതയും തൊഴിൽ പങ്കാളിത്തവും തെക്കൻ സംസ്ഥാനങ്ങളിൽ കൂടുതലാണ് എന്ന് നമ്മളുടെ സമൂഹത്തിൻ്റെ ഒരു വലിയ പുരോഗതിയെ മറ്റ് ഒരുപാട് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളുണ്ടല്ലോ, എല്ലാ നോർത്ത് ഇന്ത്യ എന്ന് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല, മറിച്ച് നമ്മൾ ഏറ്റവും ഉദാഹരണമായിട്ട് എപ്പോഴും എടുക്കുന്നത് ബീഹാറാണല്ലേ. അപ്പോൾ അതിനേക്കാളൊക്കെ നമ്മളുടെ ആ ഒരു സ്ത്രീകളുടെ ഉന്നമനമാണെങ്കിലും സ്ത്രീകൾ ജോലി ചെയ്യുന്നതാണെങ്കിലും അവർ വിദ്യാഭ്യാസം നേടുന്നതാണെങ്കിലും ഒക്കെ നമ്മൾ ഒരുപാട് മുന്നിലാണ് അവരെക്കാളും. എന്തായാലും ഈ 10 പോയിന്റുകൾ വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ കാര്യത്തിലേക്കാണ്, ശരിയായ രാഷ്ട്രീയ തീരുമാനങ്ങളും വിദ്യാഭ്യാസത്തിന് നൽകിയ മുൻഗണനയും. നമ്മൾ അത്രയും പ്രയോറിറ്റി നൽകുന്നുണ്ടല്ലേ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടിയിട്ട്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളുടെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ വികസന മാതൃകകളാക്കി മാറ്റിയിരിക്കുന്നു എന്ന്. പക്ഷേ ഈ വീഡിയോയിലൂടെ നമ്മളൊരു വിഭജനമല്ല ആഗ്രഹിക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും ഇന്ന് വലിയ മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബുള്ളറ്റ് ട്രെയിൻ വരാൻ പോകുന്നത് നോർത്ത് ഇന്ത്യയിലാണല്ലേ. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗുജറാത്ത് അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ IT ഹബ്സും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ മാറണം. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്, നമ്മൾ ഇത് വെച്ചിട്ട് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് രണ്ടും സെപ്പറേറ്റ് ആണ്, അങ്ങനെയല്ല. അവരും നമ്മളോടൊപ്പം വളരണം, അവരും ഇന്ത്യക്കാരാണ്, ഇന്ത്യൻസ്. നമ്മൾ ഇന്ത്യൻസ് എന്നുള്ള ഐഡൻറ്റിറ്റി മാത്രമേ നമുക്കുള്ളൂ. നോർത്ത് സൗത്ത് എന്നൊക്കെയുള്ളൂ നമ്മൾ തന്നെ പറഞ്ഞുണ്ടാക്കിയതാണല്ലേ. പക്ഷേ നമ്മളെവിടെ പോയാലും നമ്മൾക്ക് ഒരൊറ്റ ഐഡൻറ്റിറ്റിയേ ഉള്ളൂ, ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഭാരതീയൻ എന്നൊരു സംഭവം മാത്രമേ നമുക്കുള്ളൂ. അതായത് നമ്മളുടെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ വിജയം മറ്റ് സംസ്ഥാനങ്ങളും വലിയൊരു പാഠമാക്കി മാറ്റണം. അവർക്ക് പഠിക്കാൻ തന്നെയുണ്ട്. കേരള മോഡൽ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ പഠിക്കാവുന്നതാണ്. നമ്മുടെ വടക്കൻ സംസ്ഥാനങ്ങളിലെ വിഭവങ്ങളും മനുഷ്യശേഷിയും അതോടൊപ്പം തന്നെ നമ്മുടെ ദക്ഷിണേന്ത്യയിലെ മാനവശേഷിയുമായിട്ട് കൈകോർക്കുമ്പോഴാണ് ഇന്ത്യ ഒരു വലിയ ലോകശക്തിയായി മാറുന്നത്. നമ്മളെല്ലാവരും ഒന്നാണ്. ഓരോ പ്രദേശത്തിൻ്റെയും വളർച്ച ഇന്ത്യയുടെ വളർച്ചയാണ്, അല്ലാതെ നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ വളർച്ച അങ്ങനെയൊന്നല്ല. നമ്മൾക്ക് ലോകത്തിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്താണ്, ഇന്ത്യയുടെ ആകെ വളർച്ചയാണല്ലേ. അപ്പോൾ എല്ലാ പ്രദേശവും വളരട്ടെ, അത് നമ്മുടെ തന്നെ വളർച്ചയാണ്. ആത്യന്തികമായിട്ട് നോക്കുകയാണെങ്കിൽ അറിവിനും ഡാറ്റയ്ക്കും മുൻഗണന നൽകുന്ന ഒരു ചർച്ചയ്ക്കായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവില്ല ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട്. നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ കമൻറ്റ് ബോക്സ് എന്നുള്ള നല്ലൊരു ചർച്ചാവേദിയാണ്. നിങ്ങൾക്ക് മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തെക്കാൾ ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ആ ഒരു സംസ്ഥാനങ്ങളുടെ കാര്യമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാവോ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായമൊക്കെ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപാവസരത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഡിസംബർ 31 വരെ മാത്രമാണ് നമുക്ക് NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കത്തുള്ളൂ. അതായത് ഇനി വെറും 5 ദിവസം കൂടി മാത്രം. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ മതി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.